ആപ്പിൾ വാച്ച്. ഈ കാണുന്നതാണ് ആപ്പിൾ വാച്ച്, പക്ഷേ ലേറ്റസ്റ്റ് ആപ്പിൾ വാച്ച് അല്ല. ഇതാണ് ആപ്പിൾ വാച്ച് 6. 2022 ഞാൻ സീരീസ് 6 ആണ് വാങ്ങിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ സീരീസ് 6 ഗോൾഡ് സ്റ്റീൽ നല്ല ഓഫറിൽ കിട്ടുന്നുണ്ട്. ഇത് സ്റ്റീൽ മോഡലാണ്. അറ്റ്ലീസ്റ്റ് ഒരു 1000 ദിർഹംസ് വില കുറഞ്ഞിട്ടാണ് എനിക്ക് ആമസോണിൽ കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചത് ഏതായാലും വാങ്ങി നോക്കാം. കാരണം സ്റ്റീലിൻ്റെ സ്പെഷ്യാലിറ്റി വേറെ തന്നെ. അപ്പോൾ ഇതാണ് ആപ്പിൾ വാച്ചിൻ്റെ ബോക്സ്. ഈ ഒരു എൻഗ്രേവിംഗ് കൊണ്ട് ആപ്പിൾ വാച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിനി തുറന്നു നോക്കാം. ആദ്യം പറഞ്ഞ പോലെ ഇത് സീരീസ് 6 ആണ്. ഇതിൻ്റെ അൺബോക്സിങ് ഒരു ഗിഫ്റ്റ് പാക്ക് അൺബോക്സ് ചെയ്യുന്ന പോലെയാണ്. ഒരു ഗിഫ്റ്റ് റാപ്പ്, നല്ല അടിപൊളി. അപ്പോൾ വാച്ചിൻ്റെ സ്ട്രാപ്പ് ഇതിൻ്റെ കൂടെ ഡീഫോൾട്ടായിട്ട് വരുന്നതാണ് ഈ സ്പോർട്ട് ബാൻഡ്. അതായത് നമ്മൾ ആ സിലിക്കോൺ റബ്ബർ ഫീലിങ്ങിൻ്റെ ബാൻഡ്. അത് ഏത് ക്ലൈമറ്റിനും പറ്റും, കളിക്കുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ബാൻഡാണ് സ്പോർട്ട് ബാൻഡ്. എലഗൻസ് കുറവായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ ഗോൾഡ് സ്റ്റീൽ വാച്ച്. അപ്പം നമുക്ക് ഈ ബോക്സ് ഒന്ന് ആദ്യം തുറന്നു നോക്കാം. ആസ് യൂഷ്വൽ ആപ്പിളിൻ്റെ പാക്കിംഗ് നല്ല അടിപൊളി കോമ്പാക്ട് പാക്കിംഗ് ആണ്. ഒരു മാനുവലുണ്ട്. അത് ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് എന്ന് പറയാം. ഇത് അറബിയിലാണ് കാണുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ ഇംഗ്ലീഷിലുണ്ട്. വാച്ചിൻ്റെ വളരെ ബേസിക് ഫങ്ഷനാലിറ്റിയിൽ കാണിക്കും. ഏതാ പവർ ബട്ടൺ, മറ്റേ ബട്ടൺ, സ്ക്രോൾ ബട്ടൺ, ക്രൗൺ ബട്ടൺ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ചാർജർ പുറത്തേക്ക് എടുക്കാം. ഇതാണ് ഇതിൻ്റെ ചാർജർ. ഒരു മാഗ്നറ്റിക് ചാർജറാണ്. അപ്പോൾ ചാർജർ വ്യത്യാസമുണ്ട് 7ഉം 6ഉം. സീരീസ് 6നാട്ടി 30% ഫാസ്റ്റ് ചാർജിങ് ആണ് സീരീസ് 7. ചാർജറിൻ്റെ ലുക്കിനും ഒരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ നല്ല ഫിനിഷാണ്, അലൂമിനിയം ഒരു ക്രോം ഫിനിഷ്. ബാക്ക് സൈഡ് ഒരു മാറ്റ് ഫിനിഷ് സ്റ്റീൽ. മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയാണ് ഈ ചാർജർ. ഇനി മെയിൻ സാധനം വാച്ച്, ദി ഗോൾഡ് സ്റ്റീൽ വാച്ച്. ഇത് അലൂമിനിയം അല്ല, ഇത് സ്റ്റീൽ വാച്ചാണ്, ഗോൾഡ്. അപ്പോൾ സ്റ്റീലിന് തന്നെ ലുക്ക് കിട്ടും. നല്ല ഗ്ലോസി ഫിനിഷ്, നല്ല പ്രീമിയം ഫിനിഷ് കിട്ടും. വാച്ച് കൈമിൽ ഇട്ടിയാൽ ചെറിയൊരു വെയിറ്റും ഉണ്ടാവും. ഇന്ന് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇതാണ് ഗോൾഡ് ഫിനിഷ് സീരീസ് 6. 40 mm ബൈ ദ വേ സൈസ്. 40 mm. ഇത് പെണ്ണുങ്ങന്മാരുടെ കൈക്ക് ബെസ്റ്റാണ് ഈ സൈസ്. ആണുങ്ങന്മാർക്ക് ഇത് ശരിയാവില്ല, ഇത് കുറച്ച് ചെറുതായിരിക്കും. അപ്പോൾ കാണാൻ ഒരു സൈഡ് ബട്ടൺ, ക്രൗൺ ബട്ടൺ, മറ്റേ സൈഡ് സ്പീക്കർ. കളർ കൃത്യമായിട്ട് കാണുന്നു വിചാരിക്കുന്നു. അതിന് മാച്ചാകുന്ന ഒരു ബാൻഡ് ഞാൻ വേറെ വാങ്ങിയിട്ടുണ്ട്, തേർഡ് പാർട്ടി ബാൻഡ്. അപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ ഒറിജിനൽ ബാൻഡും ഞാൻ ഈ വാങ്ങിയ ബാൻഡ് നോക്കുമ്പോൾ ഇതാണ് ലെഫ്റ്റിലത്തെ ബാൻഡ് കൂടുതൽ മാച്ചിങ്, ഈ ഗോൾഡ് ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ബാൻഡ് വാങ്ങിയത്. ഇപ്പോൾ ഞാൻ പവർ ഓണൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ പവറൊന്നും കാണുന്നില്ല. അമർത്തി പിടിക്കണോ ക്രൗൺ ബട്ടൺ, പക്ഷേ അത് പവർ ഓൺ. അപ്പോൾ ചാർജ് ചെയ്യേണ്ടി വരും. ഇതാണ് 2 ബട്ടൺ, ക്രൗണും ഒരു ബട്ടൺ താഴത്തെ. പിന്നെ ഇത് 2 സ്പീക്കറാണ് ഈ സൈഡിൽ. ക്രൗൺ തിരിയും ചെയ്യും, ബട്ടണായിട്ട് ഉപയോഗിക്കാം. നമുക്കിനി ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് ഗോൾഡ് സ്ട്രാപ്പ്. ഇത് ആപ്പിളും ഇതേപോലെ ഇറക്കുന്നുണ്ട്. ആപ്പിളിൻ്റെ നിങ്ങൾ വാങ്ങിയാണെങ്കിൽ 300 ദിർഹംസിന് മേലെ കൊടുക്കണം. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ 100 ദിർഹംസിന് അടിയിൽ കിട്ടിയ ഒരു സ്ട്രാപ്പാണ്. പ്രൊട്ടക്റ്റ്. ഇത് ഷറാഫ് ഡീറ്റെയിലും കിട്ടും. അപ്പോൾ ഈ ഗോൾഡ് സ്ട്രാപ്പ് പല റേറ്റിലും കിട്ടും, 100 രൂപേൻ്റെ അടിയിൽ.
40, 30, 50, 60 നിങ്ങൾ നോക്കണം. മോശമല്ല, ഇത് നല്ല മാറ്റ് ഫിനിഷ് ഗോൾഡ്. ഇത് ആപ്പിളിൻ്റെ അതേ ഒരു ഫീലിംഗ് ആണ്, പക്ഷേ ഈ ഗോൾഡ് കുറച്ചും കൂടി ഒരു ഗോൾഡ് അധികമാണ്. പിന്നെ കൊളുത്തിയാൽ മതി. സ്ലൈഡിങ് ഇടാം, ലോക്കായി. പിന്നെ ഈ വാച്ചിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ അതിൻ്റെ അടിഭാഗത്ത് ഒരു ബട്ടൺ ഉണ്ട്, അത് അമർത്തിക്ക് തന്നെ റിലീസാവും. അപ്പോൾ ഇതാണ് ഗോൾഡ് സ്ട്രാപ്പ് വിത്ത് ഗോൾഡ് സ്റ്റീൽ വാച്ച്, ആപ്പിൾ സീരീസ് 6 40mm. നല്ല ഭംഗിയാണ്, നല്ല റേറ്റിന് കിട്ടും. ഇപ്പോൾ സീരീസ് 6ൻ്റെ ഗോൾഡ് അല്ലെങ്കിൽ ഇനി സ്റ്റീൽ വാച്ച് ഒരു 1000 തമ്മിൽ കുറവ്. ഇതാണ് സീരീസ് 7 എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത്. ഇതൊരു സ്റ്റീൽ ഫിനിഷ്, പക്ഷേ സിൽവർ. ലെഫ്റ്റ് സൈഡിൽ സീരീസ് 6 40mm, മറ്റേത് 45mm സീരീസ് 7 റൈറ്റ് സൈഡിൽ. അതിൻ്റെ സൈസ് വ്യത്യാസം കാണുന്നുണ്ടല്ലോ. സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ആകെ സ്പീക്കർ വ്യത്യാസമാണ് കാണാം. സീരീസ് 7 ഒറ്റ സ്പീക്കർ ക്യാപ്പാളും, മറ്റേത് 2 സ്പീക്കർ ഹോളുണ്ട്. അപ്പോൾ ഇത്ര തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ്.